ഹലോ, ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ വലിയ വലിയ സംഭവങ്ങളാണ്, അതായത് വലിയ വലിയ ട്വിസ്റ്റുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അഞ്ജലി വലിയൊരു ഓഫറും കൊണ്ടാണ്, ഒരു പ്രൊപ്പോസലും കൊണ്ടാണ് നമ്മുടെ ശ്രുതിയുടെ മുന്നിലോട്ട് എത്തിയത്. പക്ഷെ ആ ഒരു പ്രൊപ്പോസലിനെ ശ്രുതി സ്വീകരിക്കുമോ അതോ ഇല്ലയോ, നിരസിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അഞ്ജലി മനോരമയും കൂടി ശ്രുതിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറേ കാര്യങ്ങൾ ശ്രുതിയോട് സംസാരിക്കുകയും ചെറിയ തർക്കങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ആ ഒരു കാര്യം പറയുവാണ്, ഞാനൊരു പ്രൊപ്പോസലും കൊണ്ടാണ് ശ്രുതിയുടെ മുന്നിലോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു നമ്മൾ പ്രൊപ്പോസൽ എന്ന് പറയുമ്പോൾ കല്യാണ പ്രൊപ്പോസൽ എന്നല്ലേ കൂടുതലും ആൾക്കാർ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിയും വിചാരിച്ചു കല്യാണ പ്രൊപ്പോസൽ ആയിരിക്കുന്നു. അപ്പോൾ മനോരമയെ കല്യാണ ആലോചനയായിട്ട്, കല്യാണ ബ്രോക്കറായിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് എല്ലാവരും ടെൻഷൻ അടിച്ചു. എന്താ സംഭവം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രൊപ്പോസലും കൊണ്ടല്ല വന്നത്, ഒരു കല്യാണ പ്രൊപ്പോസൽ അല്ല, ഇതൊരു ജോബ് ഓഫറാണ്. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാനിനി ആ കമ്പനിയിലോട്ട് വരുന്നില്ല, എനിക്ക് ISRന്റെ കമ്പനിയിലോട്ട് വരാൻ താല്പര്യമില്ല എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിചാരിക്കും പോലത്തെ ഒരു ജോലിയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ജോബ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാവണ്യയും അശ്വിനും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്നത് മുത്തശ്ശിയാണ്. കാരണം മുത്തശ്ശിക്ക് ലാവണ്യയുടെ ആ ഒരു രീതിയോ പെരുമാറ്റമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുത്തശ്ശിയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മുടെ കുടുംബത്തിന് യോജിക്കുന്ന രീതിയിൽ ലാവണ്യെ മാറ്റിയെടുക്കണം. ലാവണ്യയുടെ സ്വഭാവവും രീതിയും എല്ലാ രീതിയും വ്യത്യാസമാക്കി ലാവണ്യെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ശ്രുതിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ലാവണ്യെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു ജോലിയാണ് ഞാൻ ശ്രുതിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രുതിക്ക് അത് എതിർപ്പില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രത്തോളം ഞാൻ വിശ്വാസത്തോടെയാണ് വന്നത്. അപ്പോൾ ശ്രുതി ഇതൊരിക്കലും നിരസിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ലാവണ്യ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. കാരണം ഇത് ഇങ്ങനെ ഒരു ഓഫർ എൻ്റെ മുന്നിൽ വെക്കുമ്പോൾ എനിക്കത് ഒരിക്കലും അഞ്ജലി മാഡം പറഞ്ഞത് കൊണ്ട് എനിക്ക് നിരസിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ജോലി വേണ്ട എന്ന് തന്നെയാണ് ശ്രുതി അവിടെ എടുത്തു പറഞ്ഞത്. പക്ഷേ അഞ്ജലി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഈ ഒരു ജോലി വേണ്ട എന്ന് വെക്കാൻ കാരണം എന്താണ്? പക്ഷെ മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോവുക, ശ്രുതി ഒരിക്കലും ആ വീട്ടിലോട്ട് വരാതിരിക്കുക, അങ്ങനെയാണ് മനോരമയും വിചാരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ മനോരമ നടത്തുകയും അങ്ങനെ നമ്മുടെ മനോരമയും അമ്മായിയും തമ്മിൽ ചെറിയൊരു പോരാട്ടം, അതായത് ചെറിയൊരു പോരവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മാക്സിമം ശ്രുതിയും അഞ്ജലിയൊക്കെ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ അഞ്ജലി പറഞ്ഞത്, എന്തുകൊണ്ട് നീ ഈ ഒരു ജോലി വേണ്ട എന്ന് വെക്കുന്നു എന്നതിന്റെ കാരണം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് അഞ്ജലി പറയുമ്പോൾ ശ്രുതി പറഞ്ഞത്, അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ അനിയനായ ASR ആണ്, അശ്വിൻ സായിറാം കാരണമാണ് ഞാൻ ഈ ജോലി വേണ്ടാന്ന് വെക്കുന്നത്. കാരണം ഒരുപാട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ അയാളുടെ മുന്നിൽ വരരുത് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അശ്വിന്റെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു വീട്ടിൽ അയാളുടെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി വേണ്ട എന്ന് തന്നെയാണ് അവിടെ നമ്മുടെ ശ്രുതി പറയുന്നത്. അപ്പൊ ശ്രുതി പറയുന്നത് കേട്ടിട്ട് അഞ്ജലിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അഞ്ജലി വീണ്ടും പറയുന്നുണ്ട്, കാരണം അവിടെ എന്ന് പറയുമ്പോൾ അശ്വിനും ശ്രുതിയും തമ്മിൽ എന്താണ് ഇത്രയും പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വഴക്കുണ്ടാക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരാളല്ല എൻ്റെ അനിയൻ. അത് മാത്രമല്ല, ശ്രുതിക്ക് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി തരുവാണ്, അശ്വിനും ശ്രുതിയും തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അശ്വിൻ ശ്രുതിയൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷെ ശ്രുതി ഇതൊന്ന് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ശ്രുതി കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല. ഈ ഒരു ഓഫർ തനിക്ക് താല്പര്യമില്ലെന്നും, തനിക്ക് എത്രയൊക്കെ വന്നാലും ആ ഒരു ജോലിക്ക് അവിടെ വരാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ മനോരമയും കൂടി ഒരുപാട് ശ്രുതിയെ കുറ്റം പറയുകയും അങ്ങനെ ചെറിയൊരു തർക്കങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അഞ്ജലിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അഞ്ജലി ദേഷ്യത്തോടെ ശ്രുതിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ ഒരു ജോലി ഓഫർ തന്നത് ശ്രുതിക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അത് ശ്രുതിയുടെ ഇഷ്ടമാണ്. പക്ഷേ
ഒരു കാര്യമുണ്ട്, ശ്രുതി ഈ ഒരു ജോലി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് ശ്രുതിക്ക് വന്ന് ജോയിൻ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ അശ്വിന്റെ കമ്പനിയിൽ ശ്രുതി ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജോലിയിൽ നിന്നും താൻ സ്വയമേ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാമെന്നായിരുന്നു കോൺട്രാക്ട്. അപ്പൊ ആ 1 ലക്ഷം രൂപ ഇത് ശ്രുതി ഈ ജോബ് ഓഫർ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് അടയ്ക്കേണ്ടി വരും. കാരണം ആ കമ്പനിയിൽ ഞാനും ഒരു പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ ആ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഒന്നെങ്കിൽ ശ്രുതി തരണം, ഇല്ലെങ്കിൽ ഈ ജോബ് സ്വീകരിക്കണം. എന്തായാലും ശ്രുതി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പോകുന്നുണ്ട്. പക്ഷേ തനിക്കിനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ശ്രുതി നിൽക്കുന്നത്. തനിക്ക് ആ ഒരു അശ്വിന്റെ വീട്ടിലോട്ട് അശ്വിനെ കണ്ടുകൊണ്ട് ആ ഒരു നിമിഷം പോലും തനിക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് താൻ തയ്യാറല്ല. പക്ഷേ മറ്റൊരു ഭാഗം നോക്കുമ്പോൾ ഈ 1 ലക്ഷം രൂപ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് കടവും കാര്യമുള്ള സാഹചര്യത്തിൽ എനിക്ക് അത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലിരിക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഞാൻ അഞ്ജലി മാഡത്തിനെ ഇങ്ങനെയല്ല കണ്ടത്. ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മാഡത്തിന് ഒരു മനുഷ്യത്വം ഒക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാഡം അശ്വിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയെ കുറിച്ച് ഒരുപാട് കുറ്റം പറയുകയും ഭയങ്കര ദേഷ്യത്തിൽ ശ്രുതി നിൽക്കുകയാണ്. അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അമ്മായിയും ശ്രുതിയും തമ്മിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് മനോരമ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങോട്ട് പോയിട്ട് എല്ലാം കിട്ടിയപ്പോൾ ഇപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു സംസാരങ്ങൾ നടക്കുകയും ഇപ്പോൾ ശ്രുതി തന്നെ അങ്ങോട്ട് വരണമെന്ന് എന്തിനാണ് നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും നോക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും തന്നെ ആ ഒരു കാര്യം ലാവണ്യെ ട്രെയിൻ ചെയ്ത് എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞത്, മുത്തശ്ശി ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ ഒരു കാരണം കൂടി കൊണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അശ്വിനും മുത്തശ്ശി ഇപ്പോൾ രണ്ടും 2 ധ്രുവങ്ങളിലാണ്. ലാവണ്യെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരിക്കലും മുത്തശ്ശി സമ്മതിക്കത്തില്ല. ആ ലാവണ്യയുടെ അടുത്തേക്ക് പോലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകരുത് എന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് പറ്റും? അപ്പോൾ ഇവിടെ ശ്രുതിയുടെ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടുള്ള ശ്രുതിയുടെ ഒരു സഹായം നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയേ പറ്റത്തുള്ളൂ. എന്തായാലും ശ്രുതി അഭിപ്രായം പറയുമല്ലോ, അവളുടെ തീരുമാനം എന്തായാലും ആലോചിച്ചിട്ട് പറയുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്ന് അഞ്ജലി പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ അശ്വിൻ അവിടെ ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണ്യ വന്ന് അശ്വിനോട് മിണ്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അശ്വിൻ മിണ്ടാതിരിക്കുവാണ്. അപ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്നും എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ പറഞ്ഞത്, ഞാൻ മാത്രം മിണ്ടിയിട്ട് കാര്യമില്ല, മറ്റുള്ളവർ ഇവിടെ നിന്നോട് മിണ്ടണം, അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റ് പൊറുക്കണം എന്ന് അശ്വിൻ ലാവണ്യയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ലാവണ്യ ചോദിച്ചു, ഈ ഒരു കല്യാണത്തിന് ഇപ്പോൾ അശ്വിൻ പറയുകയാണ്, ഈ ഒരു കല്യാണത്തിന് ആരെന്തൊക്കെ സമ്മതിച്ചാലും എനിക്കത് പ്രശ്നമില്ല, പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കത് കാര്യമില്ല. എന്നാൽ എൻ്റെ ചേച്ചിക്ക് പൂർണ്ണ സമ്മതത്തോടെ ഈ കല്യാണം ചേച്ചി നടത്തി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് നിന്നെ കല്യാണം കഴിക്കാൻ സാധിക്കത്തില്ല എന്ന് അശ്വിൻ പറയുമ്പോൾ ലാവണ്യ ഒരു കാര്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാവണ്യ അശ്വിൻ സായിറാമിന്റെ മനസ്സിൽ എന്തായാലും ചേച്ചിക്കാണ് ആദ്യത്തെ സ്ഥാനം, ചേച്ചി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് അവിടെ ലാവണ്യ ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അശ്വിന്റെ മനസ്സിൽ ഓടി വന്നത് ശ്രുതിയുടെ മുഖമാണ്. ശ്രുതിയെ നേരിൽ കണ്ട സമയവും അല്ല, അതുമാത്രമല്ല ആ ഒരു ഓഫീസിലെ ശ്രുതിയും താനും തമ്മിൽ നടത്തിയ ആ ഒരു വഴക്കും കാര്യങ്ങളും, പിന്നെ ശ്രുതിക്ക് ഒരു അപകടം പറ്റിയപ്പോൾ താൻ ശ്രുതിയും കൊണ്ട് ആ ഒരു വീട്ടിൽ പോയി ആ ഒരു രംഗങ്ങളൊക്കെയാണ് അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നത്. എന്നിട്ടും ആ ഒരു പെട്ടെന്ന് ആ ഒരു രംഗം വന്നെങ്കിലും ശ്രുതിയുടെ മുഖം തന്റെ മനസ്സിൽ പതിഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ അശ്വിൻ അത് മാറ്റിട്ട്, ഇല്ല എന്റെ ചേച്ചിക്കാണ് ഏറ്റവും വലിയ സ്ഥാനം, വേറെ ആർക്കും എന്റെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് അവിടെ അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ലാവണ്യെ ട്രെയിൻ ചെയ്ത് ഒരു നല്ല മരുമകളാക്കി മാറ്റുക എന്നതാണ് ശ്രുതിയുടെ ദൗത്യം. അങ്ങനെ ശ്രുതിയും അമ്മായും പ്രീതിയൊക്കെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ശ്യാം വന്ന് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അഞ്ജലി മാഡവും താനും തമ്മിൽ നടന്ന തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആ ശ്യാമിനോട് വിശദീകരിക്കുമ്പോൾ ശ്യാം പറഞ്ഞത്, ഒരിക്കലും ശ്രുതി ആ വീട്ടിലോട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ഇനി അഥവാ അവർ വീണ്ടും ശ്രുതിയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ജോലിക്ക് വരണം എന്ന് അവർ പറയുവാണെങ്കിൽ ഈ 1 ലക്ഷം രൂപ ഞാൻ ശ്രുതിക്ക് തരാം എന്ന് അവിടെ ശ്യാം പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് ഒരിക്കലും ആ ഒരു പൈസ എങ്ങനെ വാങ്ങാൻ പറ്റും എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അമ്മായി പറയുന്നത്, ശ്യാം അല്ലേ നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അവൻ തരുവാണെങ്കിൽ ഈ പൈസ നീ വാങ്ങിച്ചേ മതിയാകൂ എന്ന് അമ്മായിയും അവിടെ തീർത്ത് പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ശ്രുതി ഒരിക്കലും ശ്യാമിനെ അങ്ങനെ കഷ്ടപ്പെടുത്തണം എന്ന ഒരു രീതിയിലല്ല, തൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് ശ്യാമിനെ
കണ്ടത്. പക്ഷേ ശ്യാമിന്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തനിക്ക് ഒരുപാട് കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ശ്രുതി ഇനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? അഞ്ജലി കൊടുത്ത ആ ഒരു ഓഫർ ശ്രുതി സ്വീകരിക്കുമോ? ലാവണ്യെ ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രുതി തിരിച്ച് അഞ്ജലിയുടെ വീട്ടിലോട്ട് പോകുമോ? അതോ ഇനി താൻ ഈ ഒരു ഓഫർ നിരസിച്ചുകൊണ്ട് ആ 1 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് തയ്യാറാകുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയതായിരിക്കും. ടാറ്റാ ബൈ.